നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ XT വേൾഡിന്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീടുണ്ടാക്കുന്ന കാര്യം. വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. വീടുണ്ടാക്കി ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കി. ഓഫ്ലൈൻ്റെ വർക്കിലായതുകൊണ്ട് കുറേ സമയം എടുത്തു ഗൈസ്. വീടുണ്ടാക്കാൻ തന്നെ കുറേ സമയം എടുത്തത്. ഞാൻ വീട് കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഗൈസ്. നമ്മുടെ വീടുണ്ടാക്കിയേക്കുന്നത് ആ കാണുന്നതാണ് നമ്മുടെ വീട്. ഇത് തന്നെയാണ് ഗൈസ് വീട്. വെറുതെ വീടുണ്ടാക്കിയിട്ട് ഞാൻ ലെഫ്റ്റേക്ക് ചെയ്യുന്നു കണ്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ വീടും കാര്യങ്ങളും. അയ്യോ നമ്മുടെ ബെഡൊക്കെ മേളിലാണ് ഗൈസ് വെക്കുന്നത്. നമ്മൾ താഴെ സ്റ്റോറേജ് ആക്കാനാണ് ഈ പ്ലാൻ ഗൈസ്. നമുക്ക് ഇവിടെ വെക്കണം ഗൈസ്. നമുക്ക് നമ്മുടെ ബെഡും കാര്യങ്ങളും 2 ബെഡുണ്ട്. നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇവിടെ ഫർണിച്ചർ വെച്ചത് വേണ്ട, ഇത് തന്നെ മതി ഗൈസ്. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാം, എൻചാൻറ്റിങ് ടേബിള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബുക്ക് ഷെൽഫ് ഡിസൈനായിട്ടൊക്കെ വെക്കാം. ഞാൻ സ്റ്റോറേജ് ഉണ്ടാക്കിയില്ല ഗൈസ്. ഒറ്റ ചെസ്റ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. ചെസ്റ്റിനകത്ത് കുറേ പ്ലാങ്ക് ഒക്കെ ഉണ്ട് വീടുണ്ടാക്കിയിട്ട് ബാക്കിയാണ്. അതുകൊണ്ട് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് നമുക്ക് 7 എണ്ണം ഉണ്ടാക്കാം ഗൈസ്. 7 എണ്ണം തന്നെ നമ്മൾ ഉണ്ടാക്കും. ഇനിയും 3 എണ്ണം ഉണ്ടാക്കാം. ഓക്കെ, ഇനി 1 കൂടെ ഉണ്ടാക്കാം. 7 ചെസ്റ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇതിൻ്റെ മേളിൽ ഒരെണ്ണം കൂടെ വെക്കാം. അപ്പോൾ നമുക്ക് വലിയ ചെസ്റ്റ് കിട്ടും. ഇത്രയാണ് നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളും. ഇനിയും നമുക്ക് ഇവിടെ വീടിൻ്റെ സൈഡിൽ ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് വീടുണ്ടാക്കി. ഈ വീട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചെറിയൊരു വീടാണ്, സ്മോൾ ഹൗസ്, 2 നിലയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ ചെറിയ വീട് തന്നെ ഉണ്ടാക്കാൻ വലിയ സമയം എടുത്തു ഗൈസ്, നിങ്ങൾക്കതറിയാവും. ഓക്കെ ഗൈസ്, നമ്മൾ ലൈറ്റ് ഒന്നും വെച്ചില്ല, അഥവാ രാത്രിയാകുമ്പോൾ സോംബിയൊക്കെ. നമുക്കിന്ന് ചുമ്മാ മൈനിങ് ഏരിയയിലോട്ട് പോവാം. നമുക്ക് ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടായിരുന്നു ഞാൻ സോംബിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് മരിക്കുന്നത്. അതൊരു ചെറിയ ലാഗ് വന്നത് കാരണമാണ് ഗൈസ്. കാരണം നമ്മളിവിടെ കുറച്ച് മരങ്ങളൊക്കെ നട്ട് വെച്ചത്, അത് വളരുന്നുണ്ട്. നമ്മൾ മൈനിങ്ങിന് പോവാണ് ഗൈസ്. മൈനിങ് ഏരിയ നമ്മുടെ ഈ പഴയ ഷെൽട്ടറിൻ്റെ കഥ പോലെ ഞാൻ എടുത്തുകൊണ്ട് പോയി. ആ കഥയിൽ ഒന്നാണിത്. പിന്നെ ബ്ലാക്ക് സ്മിത്തിലെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഞാൻ കഥ എടുത്തായിരുന്നു. പിന്നെ നോട്ട് കുറവാണ് ഗൈസ്. അല്ല, ഞാനിവിടെയൊക്കെ ടോർച്ച് വെച്ചിട്ടുണ്ട്, അതാകുമ്പോൾ അവരൊന്നും സ്പോൺ ആവത്തില്ല. നമുക്ക് ഡീപ്പ് സ്ലൈറ്റിൻ്റെ അവിടെ ലെവലിലോട്ട് പോകാം ഗൈസ്. ഡീപ്പ് സ്ലൈറ്റിൻ്റെ ലെവലിലോട്ട് ഗൈസ്. ഇവിടെ ഒരു അയൺ ഇരിക്കും. നമ്മൾ അയൺ മൈൻ ചെയ്യാൻ ഇവിടെ വെള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ലാവയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലാവ അതാണ്ട് ഇവിടെ പൊട്ടാൻ നിൽക്കുന്ന, അവനും കൂടെ പോകില്ല. അവൻ്റെ കൈ ഷീൽഡ് ഉണ്ടല്ലേ, ആ കൊല്ലടാ. എന്താ 2? ഓക്കെ ഗൈസ്, ഒരെണ്ണം അവന് കൊന്ന്. അവൻ എന്നെ ഡാമേജ് കൊടുക്കുന്നുണ്ട്. അവനിപ്പോൾ ചാവും ഗൈസ്. നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുക. പോസൊന്നും ചെയ്യുന്നില്ല, എല്ലാവരും കാണുക. നിങ്ങളിത് കാണുക. നമ്മുടെ ഞാൻ അടുത്തോട്ട് വേണോ? അവൻ തന്നെ വെറുതെ എൻ്റെ കയ്യിൽ ഡാമേജ് വാങ്ങിച്ച് പോകുന്നുണ്ട്. ഓക്കെ, മറ്റവൻ ചത്തിട്ടുണ്ട്. ഇനി നീയാണ്. വേറെ കൊല്ലുന്നില്ലേ? ഇനി വാ കളിക്കാൻ. ഓക്കെ, ഞാൻ ഷീൽഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ കുറേ ഉള്ളു. അപ്പോൾ സീനുണ്ട്. അവന്മാരെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെയും കുറച്ച് ഡയമണ്ട്സ് കിട്ടുമോ നോക്കാം ഗൈസ്. നമുക്ക് ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കാമായിരുന്നു ഗൈസ്. ഡയമണ്ട് ബട്ട് ഇല്ല. കുറേ ലാഭമുണ്ട് ഗൈസ്. അല്ല, എൻ്റെ ഡയമണ്ട് ഒന്നും ഇല്ല, ആകെ ഒറ്റ ഡയമണ്ട് മാത്രം. ഇവിടെ ഗോൾഡ് ഉണ്ട് ഗൈസ്. ആ ഗോൾഡും കൂടെ ക്രീപ്പർ എടോ, അതോടെ ചത്തത്. അതാണ്ട് പൊട്ടം വരുന്ന എന്നെ കൊല്ല. ആകെ ഒറ്റ ഹാർഡിലാണ് നിൽക്കുന്നത്. നിന്നെ പിക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് മൈനിലോട്ട് പോകാം ഗൈസ്. റീസ്പോൺ ആയിട്ടുണ്ട്. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തില്ല ഇന്ന്. അതാണ് ഗൈസ് നമ്മൾ ഇവിടെ തന്നെ സ്പോൺ ആയത്. നമ്മൾ സ്പോണിങ് ഏരിയ ഇവിടെ ചെയ്യുന്നു ഗൈസ്. ഇവിടെ ഭാവിയിൽ നമ്മൾ ബിൽഡൊക്കെ കൊണ്ടുവരും ഗൈസ്. നമ്മുടെ വില്ലേജ് കാണുക ഗൈസ്. നമ്മുടെ വില്ലേജിൻ്റെ അടുത്താണ്. അതാകുമ്പോൾ എല്ലാം കയ്യെത്താ ദൂരത്തുണ്ട് ഗൈസ്. അതാണ് പ്രത്യേകത. നമ്മളിന്ന് മൈനിങ് ഏരിയയിലോട്ടാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പറ്റുവാണെങ്കിൽ നമുക്ക് ഡയമണ്ട്സ് കണ്ടുപിടിക്കാം. നമ്മൾ ഫുൾ അയണാമമായിട്ടുണ്ട്, എന്നിട്ടും ചത്തു. നമുക്ക് അയണാമ പോരാ, ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ നമുക്ക് നല്ല ഡാമേജ് കിട്ടും. ഡാമേജ് കുറയത്തതേ ഉള്ളൂ ആകാം.
നമുക്ക് വീട്ടിൽ പോയി നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് വരാം ഗൈസ്. നേരെ സന്ധ്യ ആയിട്ടുണ്ട്. റിയൽ ലൈഫിൽ ഇപ്പോൾ ഞാനൊരു 6 മണിയൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഇവിടെ സന്ധ്യ ആയിട്ടുണ്ട്. ഗൈസ് നമ്മൾ റീസ്പോൺ ആയ ഉടനെ വിശപ്പും തുടങ്ങി ഗൈസ്. നമുക്ക് ഈ കഥ ഒന്ന് അടച്ചേക്കാം, അല്ലെങ്കിൽ അമ്മമാർ വന്ന് പൊട്ടി തയ്യുമ്പോഴത്തേക്ക് ക്രീപ്പ്. ഓക്കെ നൈസ്, നമ്മൾ ഉറങ്ങാൻ പോവാണ്. നമ്മൾ ഉറങ്ങുകയാണ് ഗൈസ്. നമുക്കിനി താഴോട്ട് പോവാം. നമുക്ക് വേസ്റ്റും കാര്യങ്ങളും കിട്ടുന്ന കുറച്ച് ബോളില്ലല്ലേ. പറ്റുവാണെങ്കിൽ ക്രീപ്പറിനെ എയിം ചെയ്ത് നമുക്ക് കൊല്ലാം. കുറച്ച് ഫുഡൊക്കെ കയ്യിലുണ്ട് ഗൈസ്, പേടിക്കണ്ട. ഫുഡ് വിശക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ വിശപ്പ് കഴിക്കുന്നു. നമുക്കിനി മൈനിങ് വിക്കാസ് പൊട്ടാറായി ഗൈസ്. സീനില്ല, നമുക്ക് ഇവിടെ തന്നെ വന്ന് നമുക്ക് പുതിയ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് മൈനിങ് താഴോട്ട് വാങ്ങി. ഇത് വിശക്കുന്നില്ല ഗൈസ്. റൂട്ട് ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് ഇനി താഴോട്ട് പോകാം. കോപ്പ ഇരിക്കൊണ്ട് ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യം വരുമ്പോൾ ഞാൻ എടുക്കും. എൻ്റെ കയ്യിൽ അല്ലാതെയും കോയുണ്ട്. കോയൊന്നുമില്ല, ഒരു കുറവാണ്, എന്നാലും ഉണ്ട്. നമ്മളിവിടെ വെച്ചാൽ ഈ ക്രീപ്പറിനെ കണ്ടായിരുന്നു ഗൈസ്. ഇവിടെയൊക്കെ ടോർച്ചിട്ടേക്കാം, അതാകുമ്പോൾ അമ്മ സ്പോണാവില്ല അധികം. വലിയ കേവ കേട്ടോ, വലിയ കേവാണ് ഗൈസ്. ഇപ്പം ഡയമണ്ട്സ് ഉണ്ടോ നോക്കാം. ഡയമണ്ട് ഉണ്ടോ ഗൈസ്? ഡയമണ്ട് ഫൈൻ. നമ്മുടെ ആദ്യത്തെ ഡയമണ്ട് ആണ് മൈനിങ്ങിന് കിട്ടുന്നത്. ഓക്കെ, 2 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പിക്കാസ് ഉണ്ടാക്കാനുള്ള ഒരു ഡയമണ്ട് ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊരു ഡയമണ്ട് കൂടി ഇട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 ഡയമണ്ട്സ് ആണ് കിട്ടിയത്. ഇവിടെ കാണും, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡയമണ്ട്സിന്റെ കാര്യം അങ്ങനെയാണ്. നമ്മളങ്ങനെ ഡയമണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഡയമണ്ട് കിട്ടിയ സന്തോഷം. മൈനിങ്ങിനോട് ഗുണമെങ്കിലും ഉണ്ടായില്ല, വേറെ ചാകാനും മാത്രമല്ല. കാണാൻ ചാൻസ് ഇല്ല ഗൈസ്. നമുക്ക് മേളിലോട്ട് പോയേക്കാം. ടോർച്ച് ഉണ്ടാക്കാൻ പോലുണ്ടല്ലേ ഇല്ല ഗൈസ്. ആരെങ്കിലും വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ക്രീപ്പർ വേണമെങ്കിൽ നമുക്ക് എയിം ചെയ്ത് കൊല്ലാൻ വേണ്ടി നമ്മുടെ ആരോസ് ഉണ്ട് ഗൈസ്. ഇത് സ്കെലിറ്റനെ കൊല്ലുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ കിട്ടാറുണ്ട്. നമുക്ക് ഡയമണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ അയണും കൂടെ കൊണ്ടുപോകും. നമുക്ക് ഡയമണ്ട് ണ്ട്. ഏതോനാടത് ഞാൻ ഇപ്പൊ ചേർന്ന് ലാവ കാണുന്നു. വെള്ളമുണ്ടോ? ഇല്ല. അയ്യന്മാർ എവിടെ നിന്നൊക്കെയാ കഴിയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായിട്ട് വീട്ടിൽ പോകാനുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ സൈങ്ക് അല്ല താങ്ക് യു. നമ്മുടെ വീട്ടിൽ തന്നെ സ്പോൺ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ചൂണ്ട ഉണ്ടാക്കാൻ്റെ കാര്യം പറയാം. ചൂണ്ട ഉണ്ടാക്കിയത്, പക്ഷെ ഞാൻ മീൻ പിടിച്ചില്ല അല്ലേ. നമുക്കൊന്ന് മീൻ പിടിക്കാൻ പോകാം. ഫിഷിംഗ് റോഡ് പോലും ഉണ്ടാക്കിയില്ലേ ഞാൻ. ഓക്കെ ഗൈസ്, നമ്മുടെ ഫിഷിംഗ് റോഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ആരോടെ ആവശ്യമൊന്നുമില്ല. ആരോ ബോണ് നമുക്ക് പിന്നെ ഈ പട്ടിക്കുട്ടിയെ കാണുമ്പോൾ അതിൻ്റെ ടൈം ചെയ്യണം. നമ്മുടെ ഇപ്പോൾ 3 ഡയമണ്ട്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പിക്കാസ് ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് പോയി ചൂണ്ടയിടാം. അയ്യോ, നമുക്ക് 3 സ്റ്റിക്ക് വേണ്ടത് ഗൈസ്. സ്റ്റിക്ക് 3 എടുക്കാൻ പോകുന്നത്. സ്റ്റിക്ക് വുഡ് ഉണ്ടായാലും മതി. ജസ്റ്റ് കുറച്ച് സ്റ്റിക്കും കൂടെ ഉണ്ട്. നമ്മൾ സ്റ്റിക്കിൻ്റെ ബാക്കി നമുക്ക് ചൂണ്ട ഉണ്ടാക്കാം. ബട്ട് നമ്മുടെ കയ്യിൽ എൻചാൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ലൂട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്കിവിടെ ഒരു നദിയുണ്ട്. അതാണ് അടുത്ത് തന്നെയുണ്ട് ഗൈസ്. നമുക്ക് ഔട്ട്രോയും ഇൻട്രോയും പറയാനായിട്ട് സ്ഥലം ഉണ്ടാക്കണം ഗൈസ്. നമുക്കിവിടെ തന്നെ ചൂണ്ടയിടണം. ഫിഷ് പട്ടം വന്നിട്ടുണ്ട്, നമുക്ക് ഫിഷ് ചെയ്യാം. കുഴപ്പമൊന്നും മീൻ കിട്ട് അപ്പോൾ സീനുള്ളൂ. മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കോഡാണ് കിട്ടിയിരിക്കുന്ന. കോഡ് COD. ഈ കോഡല്ല ഗൈസ്, മീനിന്റെ പേരാണ് കോഡെന്ന്. അങ്ങനെ നമ്മൾ വെള്ളം കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം.
കിട്ടിയില്ലല്ലോ. മീനൊന്നും ഇല്ല, ഒന്നുകൂടെ കിട്ടിയിട്ടില്ല. അതെ എളുപ്പം പാടേ. ഗൈസ് നമ്മൾ ആദ്യം ഇട്ട വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ പുതിയ ചാനൽ തുടങ്ങിയ ദിവസം തന്നെ ഇട്ട വീഡിയോ, ആ വീഡിയോയ്ക്ക് ക്രാഷായി പോയി. അപ്പം തന്നെ ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്വാളിറ്റി നല്ലോണം കുറവാണ്. 240p എങ്ങാണ്ടാണ് കിട്ടിയത്. ഞാൻ കണ്ടു നോക്കൂ ഗൈസ്, അതുകൊണ്ട് സോറി ഉണ്ട്. നമുക്ക് മീനൊന്നും കിട്ടിയില്ല. മീൻ ഇതാടെ കണ്ടോ, മീനൊക്കെ ഓടുന്നു. എന്തോ മീൻ കിട്ടി. ഗൈസ് നമുക്ക് സ്റ്റിക്ക് ഇത് നല്ല ചൂണ്ടയിടായിരിക്കുന്നതാണ് ഗൈസ്. നമുക്കെന്നാ വീഡിയോ അതിൻ്റെ ചെയ്യാം ഗൈസ്. ഇത്രയും പറയാൻ തന്നെയാണ് ഗൈസ്. ക്രാഷായി പോയി. തീരെ ആയപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ക്രാഷായി ഗൈസ്. വീടിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് ഇൻട്രോ പറയാം ഗൈസ്. അല്ലേ വേണ്ട, വെളിയിൽ തന്നെ പോകാം. അതാണ് നമ്മൾ അങ്ങനെ ഫിഷിംഗ് റോഡൊക്കെ വെച്ച് നമുക്ക് ആ മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റിക്കിന് വേണ്ടിയാണ് ചൂണ്ടയിടാൻ പറയുന്നത്. ഓക്കെ ഗൈസ്, നമുക്കൊരു ഡയമണ്ട് പിക്കാസും കൂടെ ഉണ്ടാക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ നോക്കാം. നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോർച്യൂൺ 3 ബുക്കെല്ലാം കിട്ടിയിട്ട് നമുക്ക് നമുക്ക് അത് എന്താ എൻജാൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഡയമണ്ട് പിക്കാസ് യൂസ് ചെയ്യാം. ഡയമണ്ട് ആർമർ ഒന്ന് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.